നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 35 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്നതായി ഉടമ ഗോവിന്ദ് കമ്മത്ത്. ഒന്നാം നിലയിലാണ് തീപിടുത്തമെന്ന് കരുതി പരിശോധിക്കുന്നതിനിടെ രണ്ടാം നിലയിൽ തീ ആളിപ്പടരുകയായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 4 നിലകളിലുള്ള മുഴുവൻ തുണിത്തരങ്ങളും അഗ്നിക്കിരയായും പുകയേറ്റും വെള്ളം നനഞ്ഞും നശിച്ചു. 2023-ലുണ്ടായ തീപിടുത്തത്തെക്കാൾ 3 ഇരട്ടി നഷ്ടമാണ് ഇത്തവണ സംഭവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അഗ്നിരക്ഷാസേന നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് അഗ്നിരക്ഷാസേനയുടെ പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും KSEBയും സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. തൽക്കാലത്തേക്ക് ജീവനക്കാരെ ഇവരുടെ തന്നെ മറ്റു കടകളിലേക്ക് മാറ്റാനാണ് തീരുമാനം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നടപടി. ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ED മരവിപ്പിച്ചത്. ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന ജയസൂര്യക്ക് തട്ടിപ്പിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടായെന്നാണ് EDയുടെ കണ്ടെത്തൽ. 180 ദിവസത്തേക്കുള്ള പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് പ്രകാരം ഈ സ്വത്തുക്കൾ ഇനി കൈമാറ്റം ചെയ്യാനാവില്ല. തൃശൂർ സ്വദേശി സ്വാതി റഹീം ഉടമയായ സേവ് ബോക്സ് നിക്ഷേപത്തിന്റെ പേരിൽ കോടികളാണ് തട്ടിച്ചത്. പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്തതെന്നും തട്ടിപ്പുമായി ബന്ധമില്ലെന്നുമാണ് ജയസൂര്യയുടെ മുൻപത്തെ വിശദീകരണം. എന്നാൽ രേഖകൾ പരിശോധിച്ച ശേഷം ED നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. കോഴിക്കോട് വടകരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി യുവതിക്ക് സാരമായി പരിക്കേറ്റു. വടകര കരിമ്പുരപ്പാലം സ്വദേശി ദിവ്യക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കും സ്കൂട്ടറിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് സമീപത്തെ അടച്ചിട്ടിരുന്ന കടയിലേക്കും കാർ ഇടിച്ചു കയറി. സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ദിവ്യയെ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിച്ചു. സംഭവത്തെ തുടർന്ന് ആശുപത്രി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടിയ ആരോഗ്യവകുപ്പ് വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന് സമാനമായ രീതിയിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ ഡോക്ടർ അവധിയിൽ തുടരേണ്ടതുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അഹമ്മദാബാദ് T20 ലോകകപ്പിന്റെ സൂപ്പർ 8 റൗണ്ടിലേക്ക് 7 ടീമുകൾ ഉറപ്പായി. ഗ്രൂപ്പ് 1-ൽ ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് ഇടം നേടിയിരിക്കുന്നത്. ഗ്രൂപ്പ് 2-ൽ ഇംഗ്ലണ്ട്, ശ്രീലങ്ക, ന്യൂസിലൻഡ് എന്നിവർ ഇതിനകം തന്നെ യോഗ്യത നേടി. ഗ്രൂപ്പ് 2-ലെ അവസാന സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. ഇന്ന് നമീബിയ ജയിച്ചാൽ പാകിസ്ഥാൻ സൂപ്പർ 8-ൽ പ്രവേശിക്കും. പാകിസ്ഥാൻ തോറ്റാൽ USA ക്രിക്കറ്റ് ടീം മുന്നേറും. അതേസമയം പാകിസ്ഥാൻ തോൽക്കുകയും നെറ്റ് റൺ റേറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കുകയും ചെയ്താൽ നെതർലാൻഡ് സൂപ്പർ 8-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.